തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തിന് 3 കിലോമീറ്റർ മുമ്പുള്ള ഒരു ചെറിയ പട്ടണമാണ് ധാരാസുരം. തഞ്ചാവൂരിൽ നിന്ന് റോഡ് മാർഗമോ റെയിൽ മാർഗമോ ഇവിടെ എത്തിച്ചേരാം. AD 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ നിർമ്മിച്ച രഥ മാതൃകയിലുള്ള ഐരാവതേശ്വര ക്ഷേത്രമാണ് ധാരാസുരത്തെ പ്രശസ്തമാക്കിയത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. ചോളകലയുടെയും വാസ്തുവിദ്യയുടെയും ഉത്തമ മാതൃകകളിൽ ഒന്നാണ് ഐരാവതേശ്വര ക്ഷേത്രം. വിമാനം എന്ന് വിളിക്കുന്ന ക്ഷേത്ര ശ്രീകോവിലിന് 85 അടി ഉയരമുണ്ട്. മുഖമണ്ഡപം ഒരു ഭാഗം കുതിരകളും ഒരു ഭാഗം ആനകളും വലിക്കുന്ന ഒരു രഥത്തിൻ്റെ മാതൃകയിലാണുള്ളത്. ഈ ക്ഷേത്രത്തിന് പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് വിശിഷ്ടമായ ഒരു പൂമാല നൽകി. ദേവേന്ദ്രൻ അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ കഴുത്തിലിട്ടു. അപൂർവ സുഗന്ധവും ഭംഗിയുമുള്ള ആ മാലയാൽ ആകർഷിക്കപ്പെട്ട നിരവധി വണ്ടുകൾ അതിനു ചുറ്റും പറക്കാൻ തുടങ്ങി. ഇത് ശല്യമായപ്പോൾ ഐരാവതം മാലയെടുത്ത് ചവിട്ടി അരച്ചു. ഇത് കണ്ട് കുപിതനായ മഹർഷി ഐരാവതം കറുത്തുപോകട്ടെ എന്ന് ശപിച്ചു. തുടർന്ന് ഈ ക്ഷേത്രത്തിലെ ശിവനെ ഭജിച്ച് ഐരാവതം ശാപമോക്ഷം നേടി. അങ്ങനെ ഇവിടുത്തെ ശിവൻ ഐരാവതേശ്വരൻ എന്ന് പ്രസിദ്ധനായി. മരണദേവനായ യമനും ഇവിടെ തപസ്സിരുന്നുവത്രേ. ഒരു മഹർഷിയുടെ ശാപനിമിത്തം ശരീരം മുഴുവൻ ചുട്ടുപൊള്ളിയപ്പോൾ യമൻ ഐരാവതേശ്വരനെ മനമുരുകി പ്രാർത്ഥിച്ചു. സന്തുഷ്ടനായ ശിവൻ ഇവിടുത്തെ പവിത്രമായ കുളത്തിൽ കുളിച്ചാൽ എല്ലാ അസുഖവും ഭേദമാകും എന്നനുഗ്രഹിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ യമന്റെ അസുഖം ഭേദമായി. അതിനുശേഷം ഈ കുളം യമതീർത്ഥം എന്നറിയപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്ര മണ്ഡപങ്ങളിലെ ചുവരുകളിലും മച്ചിലും തൂണുകളിലുമായി അനേകം അനുപമമായ ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ബുദ്ധൻ, വീരഭദ്രൻ, ഗംഗ, കൈകളിൽ വീണയില്ലാത്ത സരസ്വതി എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. അവയിൽ ഏറെ വ്യത്യസ്തമായ ഒന്നാണ് അർദ്ധനാരീശ്വര ശില്പം. ഒരു തലയിൽ ത്രിമൂർത്തികളോടൊപ്പം പാർവതിയും തലയ്ക്കു പിന്നിൽ സൂര്യനുമുള്ള ആ ശില്പം നമ്മെ അത്ഭുത സ്തബ്ധരാക്കും. ചുവരിൽ കൊത്തിവെച്ച ഭരതനാട്യത്തിലെ വിവിധ പോസുകൾ അക്കാലത്ത് ആ നൃത്തത്തിനുണ്ടായിരുന്ന അംഗീകാരത്തിൻ്റെ നിദർശനമാണ്. മറ്റൊരു വിസ്മയം കാളയുടെയും ആനയുടെയും രണ്ടുടലുകളും ഒരു തലയുമുള്ള ഋഷഭകുഞ്ചരം എന്ന ശില്പമാണ്. തല ഒരു കോണിൽ നിന്ന് നോക്കിയാൽ കാളയും മറ്റൊരു കോണിൽ നിന്ന് നോക്കിയാൽ ആനയുമാണ്. ശില്പങ്ങൾക്ക് പുറമെ നായക ഭരണകാലത്തെ ചുവർ ചിത്രങ്ങളുടെ തിരുശേഷിപ്പുകൾ ഇന്നും നമുക്കിവിടെ കാണാം. ചുവരുകളും തൂണുകളും മാത്രമല്ല, മണ്ഡപങ്ങളിലെ മച്ചും മനോഹരമായ ശില്പങ്ങളാൽ അലങ്കൃതമാണ്. അവയിൽ താമരയിലുള്ള ശിവപാർവതിമാരുടെ ശില്പം നമ്മുടെ ഹൃദയം കവരുന്നവയിൽ ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മാനവ സംസ്കൃതിയുടെ ബാക്കിപത്രങ്ങളിൽ ഒന്നായ ഐരാവതേശ്വരം കലയും കാലവും സമന്വയിക്കുന്ന അതിസുന്ദരമായ ഒരിടമാണ്. രാജരാജ ചോളൻ രണ്ടാമനോടൊപ്പം ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാതെ പോയ നൂറുകണക്കിന് കലാകാരന്മാരുടെയും സാധാരണക്കാരുടെയും ഓർമ്മകൾ നിറം പകരുന്ന ഈ കലാകേന്ദ്രം നാം ഒരിക്കലെങ്കിലും സന്ദർശിക്കണം.